പ്രിയ പ്രേക്ഷകർക്ക് ഹലോ മലയാളത്തിലേക്ക് വീണ്ടും സ്വാഗതം. നമുക്കിന്നിപ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാവേ. സംസ്ഥാന പട്ടികജാതി പട്ടിക ഗോത്ര വർഗ കമ്മീഷനിൽ നിന്ന് ലഭിച്ച പരാതികൾ തീർപ്പ് കൽപ്പിക്കുന്നതിനായി മെഗാ അദാലത്തുണ്ട്. തൈക്കാട് റെസ്റ്റ് ഹൗസ് കോൺഫറൻസ് ഹാളിൽ ജനുവരി 28 മുതൽ 31 വരെയാണ് അദാലത്ത്. പിന്നെ തിരൂർക്കാട് ആനക്കയം റോഡിലെ പൂങ്കളപ്പടിയിൽ ഓവുചാലിൻ്റെ അനുബന്ധമായ റോഡിൻ്റെ പുനർനിർമ്മാണ പ്രവർത്തികളൊക്കെ ആരംഭിച്ചതുകൊണ്ട് അത് പൂർത്തീകരിക്കുന്നതുവരെ ഈ റോഡിലൂടെയുള്ള ഗതാഗതം പൂർണ്ണമായി നിരോധിച്ചിട്ടുണ്ട്. ചെറിയ വാഹനങ്ങൾക്കും ഭാഗികമായ നിയന്ത്രണമുണ്ടാകും. മറ്റൊന്ന്, കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാല റൂസ 2.0 ധനസഹായത്തോടെ നടപ്പിലാക്കുന്ന ഡെവലപ്മെൻറ്റ് ഓഫ് ഫങ്ഷണൽ മെറ്റീരിയൽ സിസ്റ്റം ഫോർ എൻവയോൺമെൻറ്റൽ ആപ്ലിക്കേഷൻസ് വിത്ത് സ്പെഷ്യൽ ഫോക്കസ് ഓൺ പൊല്യൂഷൻ റിഡക്ഷൻ ആൻഡ് കൺട്രോൾ എന്ന ഗവേഷണ പദ്ധതിയുടെ ഭാഗമായി റിസർച്ച് ഇൻറ്റേൺഷിപ്പിന് യോഗ്യരായ വിദ്യാർത്ഥികളിൽ നിന്ന് അപേക്ഷകൾ ക്ഷണിക്കുന്നുണ്ട്. അത് ശ്രദ്ധിച്ചോണം എല്ലാവരും. പിന്നെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഡിജിറ്റൽ മീഡിയ പ്രൊഡക്ഷൻ ഡിപ്ലോമ പ്രോഗ്രാമിന് ഒഴിവുള്ള സീറ്റുകളിലേക്ക് സ്പോട്ട് അഡ്മിഷൻ ജനുവരി 30 നടക്കും. ജനറൽ സംവരണ വിഭാഗങ്ങളിൽ സീറ്റ് ഒഴിവുണ്ട്. യോഗ്യത സംബന്ധിച്ച് സർവകലാശാല വെബ്സൈറ്റിൽ വിശദ വിവരങ്ങളുമുണ്ട്. ഇക്കാര്യങ്ങളൊക്കെ വേണ്ട ആളുകളൊക്കെ ശ്രദ്ധിച്ചോണം.